അവന്റെ ബുർഹാൻ കൊണ്ടും പിടിച്ചു നിന്ന ആ ഭക്തിയുടെ നിമിഷത്തെ ഒരു പൈങ്കിളിയാക്കി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗന്മാരും നമ്മുടെ നാട്ടിൽ ഇല്ലാതെയില്ല. പക്ഷെ അവിടെ വലിയൊരു സംഭവമുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾക്കറിയുമല്ലോ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഒരു നബിയായിരുന്നു, പ്രവാചകനായിരുന്നു. നബിയാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. ഒക്കെ സംശയം. യൂസുഫ് നബിന്റെ വാപ്പ. എന്താ നിങ്ങൾ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിൽ കൊണ്ടുപോയിടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ യാക്കൂബ് നബിക്ക് മനസ്സിലായോ? ഈ മരിച്ചോൽക്കറിയാണ് ഇപ്പോ. സ്വന്തം പ്രിയപ്പെട്ട മകനെ കിണറ്റിക്കൊണ്ടിടാൻ പോവുകയാണെന്നുള്ള ഓല ഭാവി പരിപാടി ആ മഹാനായ പ്രവാചകന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കോ. ഓലെന്താ പറഞ്ഞത്? വള്ളികളിൽ ഊഞ്ഞാലാടാൻ, ഞങ്ങളോടൊപ്പം കാട്ടുപഴങ്ങൾ പറിച്ചു തിന്നാൻ അവനും പോന്നോട്ടെ. യൂസുഫിനും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ യൂസുഫിനെ വല്ല ചെന്നായും പിടിച്ചു കൊണ്ടായാലോ? ഞങ്ങൾ ഈ കാരണന്മാരുണ്ടാവുമ്പോ പാപ്പ അതെങ്ങനെ സംഭവിക്കുമെന്നാണ്. സഹോദരങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുന്നവരാണ്. തന്ത്രങ്ങളും ഗൂഢാലോചനകളും ആസൂത്രണം ചെയ്തത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. യൂസുഫിനെ നിങ്ങൾ കൊന്നുകളയൂ എന്ന്. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പറയുന്നു, കൊല്ലണ്ടട്ടോ, നമ്മുടെ അഞ്ചൻ തന്നെയല്ലേ എന്ന് ഒറ്റ ഒരുത്തനെ ആ മീറ്റിംഗ് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ യോജിച്ച് കൊല്ലാൻ. സഹോദരങ്ങളെ കൊല്ലാൻ വിട്ടുകൊടുക്കുകയാണ്. മറഞ്ഞ കാര്യം ഇന്നത്തെ മഹാന്മാർക്കൊക്കെ അറിയുമെന്ന് പറയുന്നവരോട് ഖുർആന്റെ സൂറത്ത് യൂസുഫ് മറിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. നിങ്ങൾ എന്ത് അങ്ങനെ അറിയാൻ പറ്റുമെങ്കിലും യൂസുഫ് നബിനെ കൊല്ലാൻ കൊണ്ടുപോകുകയാണെന്ന് എന്റെ യാക്കൂബ് നബിക്ക് മനസ്സിലാകാറുന്നു എന്നാണ്. സഹോദരങ്ങളെ, എത്ര ലളിതമായിട്ടാണ് ഖുർആൻ ഇതൊക്കെ പറഞ്ഞത്. ഇനി അതൊക്കെ പോട്ടെ, കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോയി എന്ന് കഥാപ്രസംഗകൻ പറയുമ്പോൾ ഖുർആനിലുമുണ്ടല്ലോ അതിന് സമാനമായ ആയത്ത്. എന്നാ പറയട്ടെ, ഇങ്ങനെ കരയണോ? കൊട്ടാരത്തിൽ നല്ല ഉന്നതമായ വിഭവങ്ങൾ അനുഭവിച്ച് കൊട്ടാരത്തിൽ ഒരു മകനായി സുന്ദരമായി ജീവിക്കുന്ന മകനെ കുറിച്ച് എന്തിനാ യാക്കൂബ് നബി കരഞ്ഞ് കണ്ണു കളയണം? ആവശ്യമുണ്ടോ? അറിയാൻ പറ്റുന്നില്ല എന്നാണ്. ഇവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ആർക്ക്? കബറിന്റെ ഉള്ളിൽ കിടക്കുന്നവർക്കൊക്കെ അവിടുന്ന് ഇവിടുന്നും കാസർഗോഡ് നിന്നൊക്കെ വന്ന ആൾക്കാർ എന്തിനാ വന്നത്? ഇക്കാമ കിട്ടാഞ്ഞിട്ടാണോ വന്നത്? അതോ പിന്നെ കുട്ടിണ്ടാകാഞ്ഞിട്ടാണോ വന്നത്? പുതിയ കാറ് നിരത്തിലിറക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇത് ഇങ്ങനെ വിശ്വസിച്ച് അള്ളാഹു അല്ലാത്തവരേക്ക് പ്രാർത്ഥിക്കാനും ദ്വയർക്കാനും പോണവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനും വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വളരെ ഗൗരവപരമാണ്. ഇന്ന് ശിർക്കിന്റെ എല്ലാ വകഭേദങ്ങളും ജനങ്ങളിൽ വിശാലമായി വന്നുകൊണ്ടിരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പടച്ചോനെ, ഈ മഹാത്മാക്കളുടെ പുണ്യാത്മാക്കളൊക്കെ കബറിങ്ങ പോണ കാര്യം അന്നേ റസൂലുള്ള പ്രവചിച്ചു. അതിപ്പോ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മരണത്തിന്റെ അവസാന സമയങ്ങളിൽ പനി കൊണ്ട് വറച്ച് ബോധം നഷ്ടപ്പെട്ട് ബോധം തെളിയുമ്പോൾ ഐമാനുക്കും, അടിമകളെയും നിസ്കാരത്തെയും നിങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞതെന്താണ്? നിങ്ങൾ എന്റെ ഖബറിനെ ആരാധനാ സ്ഥലമാക്കരുത്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്നാണ്. അള്ളാഹുവിന്റെ മഹാനുഗ്രഹം കൊണ്ട് സഹോദരങ്ങളെ, ഖബറുകളിൽ പോയി മുത്തിയും അവിടുത്തെ മണ്ണെടുത്തും അവിടുത്തെ ശീലകഷ്ണം വലിച്ചു ചീന്തി കൊണ്ടുവന്നും പരിചയമുള്ള ജനകോടികൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ എത്തുമ്പോൾ, മദീനത്തെ പ്രവാചകന്റെ വീട്ടിന്റെ ഉള്ളിൽ അടക്കം ചെയ്ത ഖബറിന്റെ അടുക്കൽ എത്തുമ്പോൾ അവിടെ അതുമ വീണ് കരയാനും റസൂലുള്ളയോട് പ്രാർത്ഥിക്കാനും ദ്വയർക്കാനും ഒക്കെ വേണ്ടി മെനക്കെട ആ നാളുകളെ അനുവദിക്കാത്തവരുടെ കൈകളിലാണ് അത് ഇന്നുള്ളത് എന്നത് പ്രവാചകന്റെ പ്രാർത്ഥന ആയിരിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സഹോദരങ്ങളെ, എന്നിട്ട് എന്തുണ്ടായി കാര്യങ്ങൾ? ഇങ്ങനത്തെ ഒരവസ്ഥ. എന്നാൽ പ്രവാചകൻ മറ്റൊരു പ്രവചനം കൂടെ നടത്തി. എന്താണ്? ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സമാഗതമാവുകയില്ല. ഹത്താ തുഅബദൽ ലാത്ത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും ബിംബമുണ്ടാക്കി ജനങ്ങൾ ആരാധിച്ച അതേ ശിർക്ക് എന്റെ ഉമ്മത്തിൽ വരും എന്ന് സഹോദരങ്ങളെ റസൂലുള്ള പറഞ്ഞു. അത് വന്നോ എന്ന് നമ്മൾ സംശയിക്കണം. പള്ളിയുടെ അങ്കണങ്ങൾക്കുള്ളിൽ സഹോദരങ്ങളെ, അല്ലാഹുവല്ലാതെ നമുക്ക് അനുഗ്രഹങ്ങളും ഭക്തിയും ബർക്കത്തും തരുന്ന മറ്റൊന്നുമില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദിന്റെ പള്ളികൾ അല്ലാതെയായിരിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിലെ പള്ളികൾ. ഞാൻ വെറുതെ പറയുകയല്ല. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറയുന്നത് പൊതുശ്മശാനങ്ങൾ എല്ലാവരുടേതുമാണ്. അവിടെ പണക്കാരന്റെ കബറിനോ പണിക്കാരന്റെ കബറിനോ താഴ്ന്ന ജാതിക്കാരന്റെ കബറിനോ വ്യത്യാസമില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പൊതു പള്ളി മക്കാമുകളും പള്ളിക്കബറുകളിലും ആ കബറിൽ നിന്ന് കോരിയെടുത്ത മണ്ണല്ലാതെ മറ്റു മണ്ണ് കൊണ്ട് കബർ തൂർത്തുകൂടാന്നാണ്. സഹോദരങ്ങൾ, ഇന്ന് നോക്കൂ നിങ്ങൾ, ഓരോ മുതലാളിമാരും അവർക്കനുസരിച്ചുള്ള സ്തൂപങ്ങളാണ് കബറിന് മുമ്പിൽ. എഴുതാൻ പാടില്ല കബറിന് മുമ്പിൽ എന്ന് പറഞ്ഞു. എഴുത്തു തുടങ്ങി. ഹാജിയാരുടെ പേരും ഡേറ്റും
മരിച്ച ഡേറ്റും അദ്ദേഹം ചെയ്ത സേവനങ്ങളും ഇനി എഴുതാൻ തുടങ്ങും. ആളുകൾ എഴുതുന്നവർക്ക് എന്തും എഴുതാമല്ലോ, എഴുതാൻ അനുവാദമില്ലെങ്കിൽ എഴുതി വെക്കുന്നവർക്ക് എന്തും എഴുതാം. അവസാനം എവിടെ എത്തിയെന്നറിയൂ? അതിന് പ്രത്യേകമായ മാർബിളും പ്രത്യേകമായ ടൈൽസും എല്ലാം പതിച്ച് 4 ആളുകളുടെ കബറ് ഒരാൾക്കാക്കി മാറ്റിയിരിക്കുന്നു. പൊതുസ്ഥലം അന്യായമായി അപഹരിച്ച കുറ്റത്തിന് പുറമെ സഹോദരങ്ങള്, റസൂലുള്ളാഹിന്റെ ശക്തമായ ഒരു ആജ്ഞയുടെ ലംഘനമാണ്. സഹീഹ് മുസ്ലിമിൽ കിതാബു ജനായിസിൽ ആർക്കും വായിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ ഒരു വസിയ്യത്ത് നൽകുകയാണ് അലി ഇബ്നു അബീ ത്വാലിബിന്. ആ വസിയ്യത്ത് അലി ഇബ്നു അബീ ത്വാലിബ് പാലിച്ചുകൊണ്ട് തന്നെ അബുൽ ഹയ്യാജുൽ അസ്ദി റളിയല്ലാഹു അൻഹുവിന് അതേ വസിയ്യത്ത് കൈമാറുകയാണ്. നിങ്ങളും ഞാനും അതേ വസിയ്യത്ത് ഈ ജനങ്ങൾക്ക് മുഴുവൻ കൈമാറണം. എന്താണ് ആ വസിയ്യത്ത്? അല്ലാ തദഅതിൻസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതുഹു. എന്താണ്? പൊന്തി നിൽക്കുന്ന ഒരു ഖബറും വിട്ടേച്ചേക്കരുത്, അതിനെ തട്ടി നിരത്തിയിട്ടല്ലാതെ. എന്നാണ് സഹോദരങ്ങളെ, പിന്നെ ഉഹുദ് മല കാണാൻ ഹജ്ജിന് പോകുന്ന ആളുകളെ ഉഹുദിന്റെ അടുക്കൽ കൊണ്ടുപോകേണ്ട. മദീനത്ത് ചെല്ലുമ്പോൾ സിയാറത്ത് പോകുമ്പോൾ ആരെങ്കിലും ഹജ്ജിന് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പോയി കണ്ടോളുണ്ട്. ഒരു 5 റിയാലോ 10 റിയാലോ കൊടുത്താൽ ബസ്സിൽ കൊണ്ടുപോയി ആളുകൾ കാണിച്ചു തരും. ഉഹുദിന്റെ അവിടെ ചെന്നാൽ ഉഹുദിന്റെ ആ ധീരമായ യുദ്ധം നമുക്ക് ഓർമ്മ വരും. യുദ്ധത്തിൽ പരാജയപ്പെട്ട് പ്രവാചകന് നേരെ അമ്പുകളും വില്ലുകളും വരുന്ന മാരകമായ രംഗങ്ങൾ, ശത്രുക്കൾ കടന്നാക്രമിക്കാൻ വേണ്ടി വന്ന മല, അതൊക്കെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളായി ഇന്നും അവിടെ ചെല്ലുന്ന ഇവിടെ സംസാരിക്കുന്നു. അവിടെ ചെറിയ ഗ്രില്ലുകളിട്ട് മറച്ചു വെച്ചതിന്റെ തൊട്ടപ്പുറത്ത് സഹോദരങ്ങളെ മഹാന്മാരായ ശുഹദാക്കന്മാരൊക്കെ അവരാണ് രക്തസാക്ഷികൾ അല്ലേ. ഈ ഓമാനൂർ ഭാഗത്ത് എവിടെയോ സ്വത്ത് തർക്കത്തിനോ വേലി തർക്കത്തിനോ എന്തിനോ വേണ്ടി അടിപിടി ഉണ്ടായ കുടുംബകലഹത്തിൽ മരിച്ച ആളുകളെ രക്തസാക്ഷികളാക്കി നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കലുണ്ട്. ഓല മുഴുവനും പെട്ടികൾ റോഡുകളിൽ മുഴുവനും സ്ഥാപിക്കും. ഏത് യുദ്ധത്തിലാണ് അവർ ഷഹീദായത്, ഏത് ധർമ്മസമരത്തിന് വേണ്ടിയാണ് അവർ രക്തസാക്ഷിയായത് എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ്. കൃത്യമായ ഒരു ചരിത്രമൊന്നും അതിന് ഇതുവരെയും പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാൽ ഉഹുദ് രണാങ്കണത്തിൽ രക്തസാക്ഷിയായ ഹംസത്ത് എന്നവരെ സയ്യിദു ശുഹദാ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ മഹാന്റെ ഖബറ് സഹോദരങ്ങളെ നിങ്ങൾക്ക് നഗ്ന നേത്രങ്ങളെ കൊണ്ട് ആ ഗ്രിൽസുകൾക്കിടയിലൂടെ കാണാൻ പറ്റും. ഇന്നത്തെ ആളുകൾ പറയുന്ന പച്ച നുണ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഖബറുകൾ പൊന്തുകയാണത്രേ. മഹാന്മാരുടെ ഖബറുകൾ അവരുടെ വർക്കത്തിനാലും കറാമത്തിനാലും പൊന്തി വരികയാണെന്ന്. രാത്രി സമയത്ത് ഇഷ്ടികകൾ വെച്ച് സിമന്റ് വെച്ച് കെട്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ നുണ പറയുകയാണ്. അങ്ങനെ പൊന്തുന്നുവെങ്കിൽ സയ്യിദ് ശുഹദാന്റെ ഖബറായിരുന്നു പൊന്തേണ്ടിയിരുന്നത്. ആ ഖബറുകളിൽ നിൽക്കുന്നുവോ? ഇല്ല. പ്രവാചകന്റെ പ്രവചനം ഇതാ നമ്മുടെ കൺമുമ്പിൽ അന്വർത്ഥമായിരിക്കുന്നു. ലാ തഖൂമു സ്സാഅ ഹത്താ തുഅബദൽ ലാത്ത വൽ ഉസ്സ. ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടും വരെ ഖിയാമത്ത് നാൾ വരൂല എന്നാണ്. ഇതാ ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുക. ശരിക്ക് ഒരു മഹാത്മാവിന്റെ ഖബറും അസ്ഥികൂടങ്ങളും ഇല്ലാതെ പച്ചയായ വസ്തുക്കൾ ആരാധിക്കാൻ തുടങ്ങാൻ. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ പുലാമന്തോട് അടുത്തുള്ള ഒരു സ്ഥലത്ത് പള്ളി അങ്കണത്തിൽ ഒരു മരമുണ്ട്. പച്ച പെയിന്റ് അടിച്ച് നിർത്തിയിരിക്കുകയാണ് ആ മരത്തെ എത്ര ഭക്തിയോടുകൂടെയാണ് അവിടുത്തെ ആളുകൾ കാണുന്നത് എന്നത് പ്രവാചകന്റെ പ്രവചനത്തിന്റെ സാക്ഷിയായി നമുക്ക് കണ്ടുകൂടെ. ഒരു കല്ലിനെ, ചതുരത്തിലുള്ള ഒരു പാറക്കല്ലിനെ എന്താണ് പള്ളിയുടെ വഖഫ് ചെയ്യപ്പെട്ട പൊതുസ്ഥലത്തെ പടിപ്പുരയിൽ നാട്ടിവെച്ചതും അതിന്റെ മുന്നിൽ കിടത്തിവെച്ച കല്ലിൽ ഇവിടെ ചവിട്ടരുതെന്ന് പച്ച മഷിയിൽ എഴുതി വെച്ചതും നാട്ടുകല്ലിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ ജനങ്ങൾ ചെയ്തിട്ടും സഹോദരങ്ങളെ ഇതിലൊരു തെറ്റുമില്ലെന്ന നിലക്ക് മൗനം ദീക്ഷിക്കുന്നവരാരായിരുന്നാലും അവർ അറിവുള്ളവരാണെങ്കിൽ, ഖുർആൻ വായിച്ചവരാണെങ്കിൽ അവർ കടുത്ത വില നൽകേണ്ടി വരും. സഹോദരങ്ങളെ, ഇവിടെ നിൽക്കുന്നില്ല ശിർക്കിന്റെ പരിധികൾ. മഹാപാപങ്ങൾ 7 എണ്ണം എണ്ണിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമത്തെ തന്നെയത്